ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ശാരിയുടെ അടുത്ത് സരിയു പറയണ്ട്, അമ്മേ കല്യാണിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അത് മോള് പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വേണ്ട പോലെ ചെയ്തോളാം. എങ്കിലും ശരി, ഞാനൊന്ന് ഓഫീസിലേക്ക് പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് സരിയു അവിടെ നേരെ പോകുക കേട്ടോ. സരിയു പോയിക്കുമ്പോഴേക്കും ഷാരി പറയുന്നുണ്ട്, കല്യാണി മോളെ കുറിച്ചായിരുന്നു അവൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. മോളെ മുമ്പ് ഒരുപാട് ദ്രോഹിച്ചതിന്റെ ഫലമായിട്ടാണ് അവൾ അനുഭവിക്കേണ്ടി വന്നു. എല്ലാത്തിന്റെ കുറ്റബോധം അവൾക്കുണ്ട്. അതുകൊണ്ട് കല്യാണിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാണ്. അവൾക്കിപ്പോ നല്ല തിരിച്ചറിവാണ് എന്ന് ഷാരി പറയുമ്പോ കിരണും കല്യാണിയും പറയുന്നുണ്ട്, ആ തിരിച്ചറിവാണ് ആന്റി എല്ലാവർക്കും വേണ്ടത്. പക്ഷെ ആ തിരിച്ചറിവില്ലാത്തവരൊക്കെയാണ് ഇപ്പൊ മരണത്തിന് മുമ്പിൽ കീഴടങ്ങി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്. എന്ത് ചെയ്യാനാണ്? എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, എന്തായാലും അത് സരിയുടെ പേരുള്ള കമ്പനിയാണ്, സരിയു കൺസ്ട്രക്ഷൻ. ഇപ്പൊ അത് RS കൺസ്ട്രക്ഷൻ ആയെങ്കിലും സരിയുടെ പേരുള്ള കമ്പനിയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ലാഭത്തിന്റെ ഒരു പങ്ക് ശരിക്കും സരിയുവിന് അവകാശപ്പെട്ടതാണ്. അത് ഞങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് വെക്കില്ല ആന്റി. അവർക്ക് കൊടുക്കേണ്ടതൊക്കെ ഞങ്ങൾ കൊടുത്തിരിക്കും. അതൊക്കെ മക്കളുടെ ഇഷ്ടം. അല്ല കല്യാണി മോൾക്ക് എന്താ ഇഷ്ടം? മോൾക്ക് ഇഷ്ടമുള്ളത് പറയട്ടോ, ആന്റി വെച്ചുതരാം. ഒന്നും അങ്ങനൊന്നും വേണമെന്നില്ല ആന്റി. ഇവിടെ വെക്കേണ്ടത് എന്താണോ അത് മതി, അത് ഞാൻ കഴിച്ചോളാം. എന്നാ ശരി, മോള് വന്നല്ലേ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഷാരി അകത്തേക്ക് പോവാട്ടോ. ഷാരി പോയി കഴിയുമ്പോഴേക്കും കല്യാണി കിരണിനോട് പറയുന്നുണ്ട്, താരാന്റിനെയും കൂടി വിളിക്കേണ്ടതായിരുന്നു, താരാന്റിനെ ഇവിടെ നിർത്തായിരുന്നു 2-3 ദിവസത്തേക്ക് എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞ ശരിയാണ്. ഈയിടെയായിട്ട് താരാന്റിക്ക് വല്ലാത്തൊരു വിഷമുള്ളത് പോലെ അത് എനിക്കും തോന്നിക്കിരണ്ടേട്ടാ. മുമ്പത്തെ പോലെ കാണാൻ വരലോ വിളിക്കലോ ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം മെസ്സേജ് കണ്ടില്ലേ, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. കിരൺ പറയുന്നുണ്ട്, അത് നീ പറഞ്ഞ ശരിയാ കല്യാണി. താര ആന്റിക്ക് എന്തോ ടെൻഷൻ ഉണ്ട്. ഇപ്പൊ അടിക്കടിയായിട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പൊ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയായിരുന്നു ഇപ്പൊ താരാന്റിക്ക്. അതായിരിക്കും താരാന്റി അന്ന് അങ്ങനെ മെസ്സേജ് അയച്ചത്. എന്നാ ശരി കല്യാണി, ഇവിടെ നിന്നോ, ഞാനെന്നാ പോയിട്ട് പിന്നീട് വരാം എന്ന് പറയാണ്. ശരി കിരണേട്ടാ എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഷാരിനെയാണ്. ഷാരി അടുക്കളയിൽ തിരക്കിട്ട പണിയാട്ടോ. അവിടേക്ക് കല്യാണി വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. മോൾ എന്താ മോളെ ഇരിക്കുമ്പോ? ഇല്ല ആന്റി, ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ. മോൾക്ക് എന്താ ഇത് സ്പെഷ്യൽ ആയിട്ട് വേണ്ടത്? എന്തിനു വേണമെങ്കിൽ പറഞ്ഞോട്ടോ, ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയുമ്പോഴേക്കും അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും വേണമെന്നില്ല ആന്റി, എന്തുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല. മോൾക്ക് വേണ്ടത് എന്താന്ന് എനിക്കറിയാലോ, എനിക്ക് നന്നായിട്ട് അറിയാം മോൾക്ക് എന്തൊക്കെ ഇഷ്ടമെന്ന്, അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറയാണ്. കല്യാണി ഇങ്ങനെ ഷാരിനെ നോക്കി ചിരിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പ് ഷാരിനെ സരിയെ വിളിക്കുന്നുണ്ടായിരുന്നു. സരിയു ഫോണിൽ വിളിച്ചിട്ട് ഷാരിയുടെ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. അതെന്തിനാ മോളെ? ഇപ്പൊ നീ കണ്ടേലേ ഉള്ളൂ. നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾക്ക് മാത്രം ഒരു കാര്യം പറയാനുണ്ട്, അതിനാണ് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞത്. നിങ്ങൾ അതിന് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങ് എന്ന് സരിയു പറഞ്ഞിട്ട് ഫോം വെക്കുന്നുണ്ട്. എന്നിട്ടാണ് കല്യാണി വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നത് കേട്ടോ. കല്യാണി എടുത്ത് ഷാരി പറയുന്നുണ്ട്, മോളെ ഞാന് ഒന്ന് മാർക്കറ്റിൽ പോകട്ടോ. അതെന്താ ആന്റി? അല്ല മോള് വന്നതല്ലേ, മോൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി തരണമല്ലോ, അതിനു വേണ്ടി. ഞാൻ പറഞ്ഞില്ല ആന്റി, അങ്ങനെ ഒന്നും വേണ്ടായിരുന്നു. അല്ല മോൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം, അതൊക്കെ ഉണ്ടാക്കി തന്നോളാം. എന്ത് പറയാനാ, മോളെ വിക്രത്തിന്റെ കാര്യം കേൾക്കുമ്പോ വല്ലാത്ത വിഷമമുണ്ട്. എങ്ങനെ ജീവിച്ചിരുന്നവനാ ഇപ്പൊ ഈ അവസ്ഥ ആയല്ലോ എന്ന് പറയാണ്. അവന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു മോളെ. കർമ്മങ്ങളൊക്കെ ചെയ്തു, എല്ലാം വേണ്ട പോലെ തന്നെ ചെയ്തു. ജീവിച്ചിരുന്ന സമയത്ത് ആർക്കും സമാധാനം കൊടുക്കാത്തവനാ. അതുകൊണ്ട് തന്നെ അവന്റെ കർമ്മങ്ങൾക്കൊന്നും ഒരു മുടക്കവും വരുത്തിയില്ല. ഇനി മരണശേഷം ആർക്കും സമാധാനക്കേട്ട് ആത്മാവായിട്ട് നടക്കണ്ടല്ലോ. അതുകൊണ്ട് കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു ആന്റി എന്ന് പറയാണ്. എന്ത് പറയാനാ, അങ്ങനത്തെ ഒരേ ജന്മങ്ങൾ ഇങ്ങനത്തെ ഒരിടത്തല ഇപ്പോഴും ഉണ്ടല്ലോ മോളെ. അതെ ആന്റി, എന്ത് പറയാനാ, എനിക്ക് അവനോട് ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ അവൻ എന്നെ ദ്രോഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അവനോട് ഇഷ്ടം എപ്പോഴും ഉണ്ടായിരുന്നു ആന്റി. അവനോട് ഇഷ്ടം പൂർണ്ണമായിട്ട് പോയത് അന്ന് കോടതിയിൽ വെച്ചിട്ട് അമ്മക്കെതിരെ സാക്ഷി പറഞ്ഞപ്പോഴാണ്. അത് മാത്രമല്ല, അമ്മ മരിച്ചപ്പോ ഒന്ന് കാണാൻ പോലും അവൻ വന്നില്ല. അതൊക്കെ കൊണ്ടാ എനിക്ക് അവനോട് തീരാത്ത ദേഷ്യവും പകയൊക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയാണ്. ഷാരി പറയണ്ട്, എന്തായാലും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം മോളെ, എന്തിനും മേടിച്ചിട്ട് പെട്ടെന്ന് തന്നെ വരാൻ കേട്ടോ. ശരി ആന്റി എന്ന് പറയാണ്. അങ്ങനെ ഷാരി പുറത്തേക്ക് പോകുന്നുണ്ട്. കല്യാണി അകത്ത് വെള്ളം കുടിച്ചിട്ട് നേരെ മുകളിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് സരയുനെയാണ്. സരയു പുറത്ത് കാത്തിരിക്കാട്ടെ ഷാരിനെ. ഷാരി സരയുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താ മോളെ കാണണോന്ന് പറഞ്ഞത്? അതെ, അവിടെ എത്തി വന്നിട്ടുണ്ടല്ലോ കല്യാണി, അവളെ ഇല്ലാതാക്കാനായിട്ട്. മോളെ ഞാൻ നിനടുത്തൊരു കാര്യം പറയട്ടെ. നോക്ക്, ഇപ്പൊ നമ്മള് രണ്ടുപേരും കല്യാണിന്റെയും കിരണിന്റെയും ചന്ദ്രസേന്റെ രൂപയുടെ ഇതിലാണ് ഇത്ര നന്നായിട്ട് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടില് പാത്രം കഴുകി കാലം കഴിക്കേണ്ടതാ നമ്മള്. നിങ്ങൾക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സുഖിച്ചു അല്ലേ? നിങ്ങൾക്ക് എന്താ, നിങ്ങളെ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലല്ലേ നിങ്ങൾ നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. പിന്നെ എല്ലാം വെട്ടി വലിച്ച് കഴിക്കുന്നുണ്ടല്ലോ.
മോളെ അതുകൊണ്ടല്ല, നിനക്കും മോൾക്കും ഒരു കുറവില്ലാതെയല്ലേ കിരണും കല്യാണിയും എല്ലാരും നോക്കണത്. എനിക്ക് അങ്ങനത്തെ ഒരു ഇത് വേണ്ട. ആരുടെ സഹതാപത്തിൽ എനിക്ക് ജീവിക്കേണ്ട കാര്യമില്ല. എനിക്ക് കിരണ മുഴുവനായിട്ട് വേണം. അവൻ എന്റെയാ, എന്റെ മാത്രം. അപ്പോ ഷാരി പറയണ്ട്, കിരണിപ്പോ നിന്റെ കാര്യങ്ങളും നിന്റെ മോളുടെ കാര്യങ്ങളൊക്കെ അവന്റെ കല്ലുമോനെ കല്യാണിനെ പോലെയൊക്കെ നോക്കുന്നില്ലേ, പിന്നെ ഇനിയിപ്പൊ അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ മോളെ? അല്ല, നമുക്ക് തിരിച്ചടികൾ മാത്രമേ ഇതുകൊണ്ട് കിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താ പേടിയുണ്ടോ? അതൊക്കെ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ടാ ജീവിച്ചത്, എന്റെ പൊന്നച്ഛൻ. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം, അല്ലാണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണമൊന്നുമില്ല. എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായി. ഇനി ഞാൻ സുഖമായിട്ട് കിരണിന്റെ കൂടെ ജീവിക്കാൻ വേണ്ട എന്റെ അച്ഛൻ കല്യാണിനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് എത്തിയത്. എന്നിട്ട് സംഭവിച്ചതോ, അവൾക്കൊരു കുത്തുകൊണ്ട് അവിടെ കിടക്കുവാണ്. എന്റെ അച്ഛൻ മരിച്ചുപോയി. ഇതിപ്പോ വളരെ നിസ്സാരമാണ് കാര്യം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്താൽ മതി. അഥവാ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണില്ല എന്ന് പറയാണ്. ശരി മോളെ, ഞാൻ മോള് പറയണ പോലെ എന്താ അച്ഛ ചെയ്യാം എന്ന് ഷാരി പറയാണ്. അത് കേട്ട് സരയു പറയുന്നുണ്ട്, അതെ, നിങ്ങൾ പ്രത്യേകം വേറെ ഒന്നും ചെയ്യണ്ട. ഇന്ന് രാത്രി നിങ്ങൾ പിന്നെ അപ്പുറത്തെ വാതിൽ തുറന്നിട്ടാ മാത്രം മതി. അവിടെ ഒരാളെന്ന് കേറും. ആരാ മോളെ കേറണത്? അത് പയസ്. പയസോ? അതാരാ? അത് വിക്രത്തിന്റെ ഒരു ഫ്രണ്ടാണ്. അവൻ കേറിയിട്ട് കല്യാണിനെ കുത്തിക്കൊന്നോളും. അവനെ ഇപ്പൊ കല്യാണത്തിന് ഭയങ്കര ദേഷ്യമാണ്. വിക്രത്തിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനാണ്. കല്യാണിനെ കൊല്ലാൻ വേണ്ട അവനും നടക്കണത്. അതുകൊണ്ട് അവന് വാതിൽ തുറന്നിട്ടാൽ മാത്രം മതി. അവൻ കല്യാണിനെ കുത്തിക്കൊന്നിട്ട് തിരിച്ച് അതിനെ കൂടി പോയിക്കോളും. മോളെ, എനിക്കെന്തോ വളരെ പേടി പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ കേൾക്കാം മോളെ. നോക്ക്, കിരണും കല്യാണിയും അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. നമുക്കും നമ്മുടെ സമാധാനത്തോടെ സന്തോഷത്തിൽ ഇപ്പൊ ജീവിക്കാൻ പറ്റുന്നില്ല മോളെ. അപ്പോ സരയു പറയണ്ടേ, എനിക്ക് അങ്ങനെ ജീവിച്ചിട്ടൊരു കാര്യമില്ല. എനിക്ക് കിരണിനെ മൊത്തമായിട്ട് വേണം, എന്റെ മാത്രമായിട്ട്. എന്റെ കൺമണി മോളുടെ അച്ഛനായിട്ട് കിരണിനെ സ്വന്തമായിട്ട് വേണം. കല്യാണി അതിന് അവകാശം പറഞ്ഞ് വരാൻ പാടില്ല. അതിനു വേണ്ട അവളെ കൊല്ലണോന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറ, ഞാൻ തന്നെ ചെയ്തോളാം. വേണ്ട മോളെ, മോള് എന്ത് വേണമെങ്കിലും പറഞ്ഞാലും ഞാൻ അതുപോലെ തന്നെ ചെയ്യാം. അപ്പൊ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യണം, കേട്ടല്ലോ? ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകുവാണ്. അപ്പൊ സരി പറയണ്ട, അതെ, നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ മേടിക്കണമെന്ന് വേണ്ടല്ലേ വന്നത്? മാർക്കറ്റിൽ പോയിട്ട് ഇതിന്റെ സാധനങ്ങൾ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ അവർക്ക് സംശയം ഉണ്ടാവും, കേട്ടോ? ഓ ശരി എന്ന് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് പോകാണ്. സരയുവിന് സന്തോഷാവാട്ടോ. എന്നിട്ട് സരയു നേരെ പോണത് പയ്യസിനെ കാണാൻ വേണ്ടി പോവാണ്. പയ്യസിനോട് പറയുന്നുണ്ട്, വിക്രത്തിന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരുന്നു അല്ലെ? നിങ്ങൾ ഒറ്റ ഗ്യാങ് ആയിരുന്നു അല്ലെ? അതെ, അവനെന്റെ ആത്മാർത്ഥ കൂട്ടുകാരനായിരുന്നു. മരിക്കുന്നതിന് തലേ ദിവസം വരെ അവനും ഞാനും ഒരുമിച്ചായിരുന്നു. ആ കല്യാണിനെ കൊല്ലാൻ വേണ്ട അവൻ പരോളിനെ പോലും ഇറങ്ങിയത്. എന്നിട്ട് അവസാനം അവന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നല്ലോ. പക്ഷെ സരയു പറയണ്ടേ, എന്റെയും പൊതുശത്രു കല്യാണി തന്നെയാ. എനിക്കും അവളെ കൊല്ലണം. പയസിന് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. എന്നെ സാമ്പത്തികമായിട്ട് നിങ്ങൾ സഹായിക്കുമെന്നുണ്ടെങ്കിൽ കല്യാണിനെ കൊല്ലണ കാര്യം ഞാൻ ഏറ്റു എന്ന് പയസ് പറയാണ്. വിക്രത്തിന്റെ ആത്മാവിനോട് അങ്ങനെയെങ്കിലും നീതി പുലർത്താൻ പറ്റുമല്ലോ. സരയു പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാം. ആ കാര്യത്തിൽ ഞാൻ ഒരിക്കലും ചതിക്കില്ല. ഇന്ന് കല്യാണി കിടക്കുന്നത് ആന്റിയുടെ അങ്കിളുടെ വീട്ടിലാണ്. അവിടെ വേറെ ആരുമില്ല. എന്റെ വളർത്തമ്മയും കല്യാണി മാത്രമേ ഉള്ളൂ. എന്റെ വളർത്തമ്മ വാതിൽ നിങ്ങൾക്ക് തുറന്നു തരും. നിങ്ങൾ നേരെ കല്യാണി അടുത്ത് പോവുക, കുത്തുക. അവൾക്ക് നേരത്തെ ഒരു കുത്തു കിട്ടിയത് കൊണ്ട് തന്നെ ഒരു കുത്തുകൂടി കൊടുത്താൽ അവൾ എന്തായാലും മരിക്കും. അതൊക്കെ ഞാൻ വേണ്ട പോലെ ചെയ്തോളാം എന്നാ പയസ് പറയാണ്. കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ടുനോട്ട് അയാൾക്ക് നേരെ നീട്ടാണ് സരയു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് വെറും ഒരു സാമ്പിൾ മാത്രമാണ്. എനിക്കിപ്പോ പണത്തിന് ഒരു കുറവുമില്ല. നിങ്ങൾ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറയുമ്പോഴേക്കും അതൊക്കെ ഞാൻ ചെയ്തോളാം മേഡം എന്ന് പറഞ്ഞിട്ട് പൈസ മേടിച്ചിട്ട് പോവാണ്. സരയുവിന് സന്തോഷാവാട്ടോ. പിന്നീട് കാണിക്കുന്ന കിരണിനെയും കല്യാണിനെയാണ്. കിരൺ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുകയാണ്. പിന്നെയും തിരിച്ചു പോകാൻ വേണ്ടി പോകാട്ടോ. കിരൺ പറയുന്നുണ്ട്, രാത്രി അമ്മക്ക് കൂട്ടിന് ആരാണ് നിൽക്കുന്നത്? കിരണേട്ടാ, ഞാനും കൂടി വന്നോട്ടെ. എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത പേടി പോലെ. എന്തിനാ കല്യാണി പേടിക്കണത്? നമ്മുടെ ശത്രുക്കളൊക്കെ തീർന്നു. അല്ല കിരണേട്ടാ, ഞാനും കൂടി വന്നോട്ടെ. എന്തിനാ നീ വരുന്നത്? ഇവിടെ തൊട്ടടുത്തല്ലേ. ഈ സമയത്ത് നീ നന്നായിട്ട് ഉറങ്ങണം. അതിനു വേണ്ട ഞാൻ നിന്നെ ഇവിടെ കൊണ്ടേ ഇരുത്തിയത്. പിന്നെ അത് മാത്രമല്ല, തൊട്ടടുത്ത് ഹോസ്പിറ്റലാണ്. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരാലോ. അതെന്നെ കേട്ടാ ഞാൻ പറഞ്ഞത്, ഞാനും കൂടി വന്നോട്ടേന്ന്. ഹോസ്പിറ്റലായിട്ട് എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കല്യാണി, ഞാൻ പറഞ്ഞത് നീ നന്നായിട്ട് ഉറങ്ങണം. നീ ഇവിടെ റെസ്റ്റ് ചെയ്യ്, പേടിക്കാൻ ഒന്നുമില്ല. പിന്നെ നിന്റെ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. അടുത്ത പ്രാവശ്യം ജാമ്യം എടുത്തു തരാമെന്ന് നവീൻ വക്കീൽ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിന്റെ അച്ഛൻ ഒരിക്കലും സത്യം പറയാൻ പാടില്ല. അവർ ആത്മഹത്യ ചെയ്തെന്ന് നവീൻ വക്കീലാക്കിക്കോളും. പക്ഷെ നിന്റെ അച്ഛൻ സത്യം പറയാൻ പാടില്ല, കേട്ടല്ലോ? നീയും നിന്റെ ചേച്ചിമാരും ചേർന്ന് നിന്റെ അച്ഛനൊന്ന് കാണാൻ വേണ്ടി പോണം നാളെ ജയിലിലേക്ക്. എന്നിട്ട് അച്ഛനോട് പറയണം, സത്യം ഒരിക്കലും പറയാൻ പാടില്ലെന്ന്. എങ്കിൽ മാത്രമേ ജാമ്യം എടുക്കാൻ പറ്റുള്ളൂ. ശരി കിരണേട്ടാ, നാളെ അച്ഛനെ കാണാൻ ചേച്ചി വരട്ടെ, ഞാൻ പോകാം. എന്നിട്ട് അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ശരി കല്യാണി, എന്നാ ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് ഇറങ്ങുവാണ്. കല്യാണി അവിടെ നിൽക്കുന്ന ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പൊ നാളെയാണ് ഷാരി മരിക്കുന്നത്. കാത്തിരുന്ന് കാണാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.